ഒപ്പം കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ നടുറോഡിൽ വാഹനം തടഞ്ഞ് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെ ആണ് നാദാപുരം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സംഭവം ഭയങ്കര അതിരുവിട്ട ഒരു ആഘോഷം കൂടിയായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർക്കെതിരെ കേസും കൂടി വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും പോലീസ് നടപടി എടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ കല്ലാച്ചിയിലെയും അതുപോലെ തന്നെ വളയം, കുളപ്പറമ്പ് ഈ 3 സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഈ ആഘോഷങ്ങൾ നടന്നിരുന്നത്. അതോടൊപ്പം തന്നെ നാദാപുരം പേരോട്ടിലും സമാനമായ രീതിയിൽ ആഘോഷ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിരുവിടുന്ന തരത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നിരുന്നത്. ഏകദേശം 6 മണിക്കൂറോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പേരോട് വെച്ച് ഉണ്ടായ ഒരു കാറിൽ വെച്ചുണ്ടായ പടക്കം പൊട്ടിക്കലിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഒരാളുടെ കൈപ്പത്തി അറ്റുപോയിട്ടുണ്ട്, മറ്റൊരാളുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ 2 പേരും ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെയാണ് തുടരുന്നത്. പക്ഷേ ഈ 2 പേർക്കെതിരെയും നാദാപുരം പോലീസ് സംഭവ സമയത്ത് തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസം തന്നെയാണ് കോഴിക്കോട് വളയത്തിലും സമാനമായ രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ പടക്കം പൊട്ടിച്ച് പെരുന്നാൾ ആഘോഷം നടത്തിയിരിക്കുന്നത്. നാട്ടുകാർ പോലും നമുക്കറിയാം പെരുന്നാളിന്റെ പിറ്റേ ദിവസം ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നൊരു സമയം തന്നെയായിരുന്നു. ഈ സമയത്താണ് 15ഓളം ചെറുപ്പക്കാർ ഈ നടുറോട്ടിൽ വെച്ച് ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആഘോഷങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ എല്ലാ തരത്തിലുള്ള പടക്കങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ മേലെ പോയിട്ട് പടക്കം പൊട്ടുന്നതടക്കം നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ എല്ലാ ദിശയിലേക്കും പടക്കം എറിഞ്ഞുകൊണ്ടാണ് കുട്ടികളും മുതിർന്നവരും അതുപോലെ തന്നെ സ്ത്രീകളും എല്ലാവരും തന്നെ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രകടനം കണ്ടുകൊണ്ടാണ് ആരും തന്നെ കാറിൽ നിന്നും പുറത്തിറങ്ങാതെ ഈ സാധനങ്ങൾ വാങ്ങിക്കാതെ തിരിച്ചു പോയതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വളയത്തുണ്ടായിരുന്ന ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടുകാർക്കാർക്കും പരാതി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാതിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം വലിയ രീതിയിലേക്ക് വിവാദമായതിനെ തുടർന്ന് ഇന്നാണ് നാദാപുരം പോലീസ് ഈ ഒരു സംഭവത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ അടക്കം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഈ ഒരു സംഭവത്തിൽ വൈകിയാണ് നടപടി എടുത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.